മലപ്പുറം മുൻ SP-യുടെ നിർദ്ദേശപ്രകാരം ഫോൺ ചോർത്തിയെന്ന് സൈബർ ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തലാണ് റിപ്പോർട്ടർ പുറത്തുവിടാൻ പോകുന്നത്. എങ്ങനെയാണ് മലപ്പുറത്തെ SP സുജിത് ദാസ് ടെലിഫോണുകൾ ചോർത്തിയിരുന്നത്? അത്തരം സാധ്യതകളുണ്ടോ എന്ന റിപ്പോർട്ടറിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. സാധാരണ രീതിയിൽ ഫോൺ ടാപ്പ് ചെയ്യാൻ ഹോം സെക്രട്ടറിയുടെ അനുവാദം വേണം. എന്നാൽ അതിലൊരു ലൂപ്പ് ഹോൾ ഉണ്ടെന്നും ആ ലൂപ്പ് ഹോൾ തിരിച്ചറിഞ്ഞാണ് മലപ്പുറത്തെ SP അടക്കം ഇത്തരത്തിൽ ടെലിഫോൺ സംഭാഷണം ചോർത്തിയിരിക്കുന്നതെന്നുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം. എന്താണ് ആ ലൂപ്പ് ഹോൾ? മാവോയിസ്റ്റ് ഭീഷണിയുടെ മറവിൽ ഫോൺ ചോർത്താൻ സാധിക്കുന്നു. ഇതാണ് സൈബർ ഉദ്യോഗസ്ഥന്റെ ഫോൺ സംഭാഷണം. PV അൻവർ MLA-യുടെ ആരോപണങ്ങൾ ശരിവയ്ക്കുന്നതാണ് ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തൽ. സ്വർണ്ണക്കടത്തുകാരുടെ നീക്കങ്ങൾ ചോർത്തുന്നതും മാവോയിസ്റ്റ് ഭീഷണിയുടെ മറവിലാണെന്ന് ഫോൺ സംഭാഷണത്തിലുണ്ട്. ഗൾഫിലെ ജുവലറികൾ സ്വർണം കടത്തുന്നത് എങ്ങനെയെന്നും ആഭരണം നിർമ്മിക്കാൻ നാട്ടിലെത്തിക്കുന്ന സ്വർണം തിരിച്ചു കൊണ്ടുപോകാതെ കസ്റ്റംസിനെ എങ്ങനെയാണ് പറ്റിക്കുന്നതെന്നും സംഭാഷണത്തിലുണ്ട്. നമുക്കാദ്യം ആ ശബ്ദരേഖയൊന്ന് കേട്ടുവരാം. മറ്റേ സംഭവത്തിൽ ഗോൾഡ് കേസിൽ പിടിക്കുന്നത് കോൾ കേസ് എടുത്തിട്ടല്ല, കോൾ ഇന്റർസെപ്റ്റ് ചെയ്യും. ഇന്റർസെപ്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞ പോലെ നിയമപരമായിട്ട് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി വിട്ടാലാണ് നടക്കുള്ളൂ. മനസ്സിലായി. അപ്പൊ ഇതെന്തായാലും ചെയ്യില്ല. അതിന് ഒരൊറ്റ ലൂപ്പോളുണ്ട്. വയനാട്, മലപ്പുറം ജില്ലകളിലെ SP-മാർക്ക് മാവോവാദി ഭീഷണി പേരിൽ ഒരു നമ്പർ മാവോവാദിയുടെയാണ് അല്ലെങ്കിൽ അവരോട് ബന്ധമുള്ളവരാണെന്ന് സംശയിക്കുവാണെങ്കിൽ അവരുടെ അപ്പോൾ എത്ര നാൾ വേണമെങ്കിലും ഇന്റർസെപ്ഷൻ ഇടാം. അപ്പൊ അത് 2 SP-മാർക്കേ ഉള്ളൂ, വയനാട്, മലപ്പുറം. വയനാട് ജില്ലയിൽ സ്വർണ്ണക്കടത്തില്ല, അറിയാലോ. കോഴിക്കോട് ഉണ്ട്, പക്ഷെ കോഴിക്കോട് SP എടുക്കാൻ പറ്റില്ല. പിന്നെ ഉള്ളത് എന്താണ്? മലപ്പുറം. അതിന്റെ പേരിൽ ഇപ്പൊ തന്നെ സംശയം ഉണ്ടെങ്കിൽ 2 നമ്പർ ഇട്ടാൽ നമ്മൾ പ്രിക്കോഷൻ എടുക്കാൻ വേണ്ടി എന്ത് ചെയ്യും? കോഡ് ഭാഷ കേട്ടിരിക്കുമ്പോ പക്ഷെ കോൾ ഡീറ്റെയിൽസ് കിട്ടുമ്പോൾ ലേറ്റ് ആവും. പക്ഷെ സംഭാഷണം കൃത്യമായി മനസ്സിലാവുമല്ലോ. അതായത് സാധനം കൊണ്ടിരുന്നത് ഇതിന് വേണ്ടി ഞങ്ങൾ ഇന്ന എത്ര മണിക്ക് ഇന്ന ഹോട്ടലിന്റെ മുമ്പിലേക്കാം, അല്ലെങ്കിൽ ഇന്ന പബ്ബിൽ ഇന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പറയണത് കേൾക്കുമല്ലേ? ലൈവായിട്ട് കേൾക്കുവാണ്. അങ്ങനെയാണ് ഈ സാധനം പണി നടക്കുന്നത്. അപ്പൊ ഒരു 100 കിലോ സ്വർണം ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ അത് അവരുടെ ആ ജ്വല്ലറിയിലേക്കുള്ള ആഭരണം പണിയുന്നതിന്റെ റോ മെറ്റീരിയൽ ആയിട്ട് 100 കിലോ കൊണ്ടുവരും. 100 കിലോ കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്ന 999 ആണ്. 9 months ആക്കിയിട്ട് തിരിച്ചു പോകുമ്പോ 100 കിലോ വരെ 102 അല്ലെങ്കിൽ കല്ലുൾപ്പെടെ ഒരു 105 അത്രയും കിലോ തിരിച്ചു കൊണ്ടുപോകാലോ. ആദ്യത്തെ കൊണ്ടുവന്ന സർട്ടിഫിക്കറ്റ് ഉണ്ട്. ആ സർട്ടിഫിക്കറ്റ് ബലത്തിൽ ആഭരണം ആക്കിയിട്ട് അതിന്റെ അത്രയും കിലോ കൂടി തിരിച്ചു കൊണ്ടുപോകാം. ഈ തിരിച്ചു കൊണ്ടുപോകുന്നിടത്താണ് ഗെയിം. തിരിച്ചു കൊണ്ടുവന്നത് ഗോൾഡ് അല്ല, റോൾഡ് ഗോൾഡാണ്. അതായത് നമ്മുടെ പറക്കാട്ടൊക്കെ പോലെ, കൊല്ലം സുപ്രീം പോലെ ഒരച്ചാലും രീതിയിലുള്ള ക്വാളിറ്റിയുള്ള ഗോൾഡ്, 1 gram ഗോൾഡ്. ഈ ഗോൾഡ് ഈ പറയുന്ന സാധനം ഒറിജിനൽ ഗോൾഡ് ആണെന്ന് സർട്ടിഫൈ ചെയ്തത് ആരാണ്? അപ്രൈസറാണ്. ആ അപ്രൈസർ സർട്ടിഫൈ ചെയ്താൽ മാത്രമേ സാധനം കയറിപ്പോളൂ. അതിനാണ് ഫണ്ട്. 20 വർഷം മുമ്പ് ഉള്ള കഥ. ഒരു 18-20 വർഷം മുമ്പ് ഒരു ദിവസം വരുമാനം 2 ലക്ഷം രൂപയായിരുന്നു. മാസമല്ല, റോഷിപാൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, എങ്ങനെയാണ് മലപ്പുറം SP സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ഫോൺ ചോർത്തിയത് എന്നതിൻ്റെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സൈബർ വിങ്ങിലെ ഉദ്യോഗസ്ഥർ തന്നെ നടത്തിയ ഈ സംഭാഷണത്തിലെ ഈ ശബ്ദരേഖയിൽ കാര്യങ്ങൾ വ്യക്തമായി പറയുന്നു. സാധാരണ രീതിയിൽ ഒരു ഫോൺ ചോർത്തണമെങ്കിൽ ഹോം സെക്രട്ടറിയുടെ അനുമതി വേണം. ഹോം സെക്രട്ടറിയുടെ അനുമതി ഇല്ലാതെ ഫോൺ ഇന്റർസെപ്റ്റ് ചെയ്യാനുള്ള ഒരേ ഒരു മാർഗം ഈ മാവോയിസ്റ്റ് മേഖലാ ജില്ലകളിൽ, പ്രത്യേകിച്ച് കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ SP-മാർക്ക് മാവോയിസ്റ്റ് ബന്ധമുണ്ടെന്ന് സംശയിച്ചാൽ ഫോൺ ഇന്റർസെപ്റ്റ് ചെയ്യാനുള്ളൊരു അധികാരം കൊടുത്തിട്ടുണ്ട് എന്നാണ്. അങ്ങനെയാണെങ്കിൽ അതുപയോഗിച്ചാണ് സ്വർണ്ണക്കടത്തിലടക്കം SP പങ്കെടുത്തിരുന്നത് എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മാത്രവുമല്ല, സ്വർണ്ണക്കടത്ത് എങ്ങനെ സംഭവിക്കുന്നു എന്നുകൂടി വിശദീകരിക്കുന്നുണ്ട്. എത്രമാത്രം ഗുരുതരമായ വെളിപ്പെടുത്തലാണ് ഈ ശബ്ദരേഖയിലുള്ളത്? റോഷിപാൽ.
അരുൺകുമാർ, വളരെ ഗൗരവമുള്ള വെളിപ്പെടുത്തൽ തന്നെയാണ് സംസ്ഥാന പോലീസിലെ ഉന്നതനായ സൈബർ പോലീസിലെ ഉന്നതനായ ഉദ്യോഗസ്ഥന്റെ ഈ ടെലിഫോൺ സംഭാഷണത്തിലുള്ളത്. ഒന്ന്, ഈ മലപ്പുറം അല്ലെങ്കിൽ വയനാട് SP മാർക്ക് ഈ മാവോവാദി മേഖലയായതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഈ ഫോൺ ചോർത്താൻ അത് ആഭ്യന്തര സെക്രട്ടറി വഴി പോകേണ്ടതില്ല. നേരിട്ട് അവർക്ക് IG സാക്ഷ്യപ്പെടുത്തിയാൽ മാത്രം മതി. ഈ നമ്പർ അത് മാവോവാദികളുമായി ബന്ധമുള്ള അതല്ലെങ്കിൽ മാവോവാദികളെ കണ്ടെത്താൻ ഉതകുന്ന ചില സംഭാഷണങ്ങൾ ആശയവിനിമയം നടത്തുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ഈ നമ്പർ നമുക്ക് ആ നമ്പറിൽ വരുന്ന കോളുടെ വിശദാംശങ്ങൾ ചോർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് SP-ക്ക് IG-ക്ക് ഒരു കത്ത് നൽകിയാൽ IG അത് സർട്ടിഫൈ ചെയ്യും. അതിന് തൊട്ടു പിന്നാലെ ഏതാണ് പ്രൊവൈഡർ, ആ പ്രൊവൈഡറുടെ നോഡൽ ഓഫീസർക്ക് ഈ ലെറ്റർ കൈമാറാം. ആ ലെറ്റർ കൈമാറിക്കഴിഞ്ഞാൽ അതിന് തൊട്ടു പിന്നാലെ തന്നെ സൈബർ വിങ്ങിന് ഈ ടെലിഫോൺ നമ്പർ വഴിയുള്ള ഫോൺ കോളുകൾ അത് ആശയവിനിമയം പൂർണ്ണമായും ലൈവായി തന്നെ അത് തത്സമയം അത് ചോർത്തിയെടുക്കാനുള്ള സംവിധാനം ഒരുക്കും. ഇപ്പോൾ അത് കേന്ദ്രീകൃതമാണ്. നേരത്തെ SP അപേക്ഷ നൽകിയാൽ SP-ക്ക് തന്നെ അവരുടെ സൈബർ വിങ്ങിന് ഈ ടെലിഫോൺ സംഭാഷണം തത്സമയം ചോർത്തിയെടുക്കാനുള്ള സംവിധാനം ഈ പ്രൊവൈഡർമാർ ഏർപ്പെടുത്തുമായിരുന്നു. ഇപ്പോഴത് കേന്ദ്രീകൃതമായി അത് സൈബർ വിങ്, സംസ്ഥാന പോലീസിലെ സൈബർ വിങ് ആ ഫോൺ കോളുകൾ ചോർത്തിയെടുത്ത് ആ അപേക്ഷ നൽകിയ SP മാർക്ക് ആ വിങ്ങിന് കൈമാറുന്ന രീതിയാണ് ഇപ്പോൾ സംസ്ഥാന പോലീസിലുള്ളത്. ഏതായാലും ഏറ്റവും ഗൗരവമായ രീതിയിൽ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയത്തിൽ മാത്രമാണ് ഫോൺ കോളുകൾ ചോർത്താനുള്ള അനുവാദമുള്ളൂ, നിയമപരമായ അവകാശം പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കുള്ളൂ. അതും ആഭ്യന്തര സെക്രട്ടറി വഴി മാത്രമാണ്. പക്ഷേ ഈ സമയം വൈകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ക്രമീകരണം സംസ്ഥാന പോലീസിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്, IG വഴി ചെയ്യാനുള്ള. അതും ഒരാഴ്ച കാലം മാത്രമാണ് ഇങ്ങനെ ഫോൺ ചോർത്തിയെടുക്കാൻ കഴിയുക. പക്ഷേ അത് ഒരാഴ്ച കഴിയുമ്പോൾ അത് വീണ്ടും അതേ നമ്പർ പുതിയ അപേക്ഷ നൽകി വീണ്ടും അത് ചോർത്താനുള്ള, അങ്ങനെ ഇതിൽ ഇടയിലുള്ള ഈ ചില നിയമപരമായ ചില ഇളവുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ചോർത്തുന്നതാകട്ടെ മാവോ ബന്ധമുള്ള ആളുകളുടേതല്ല. അത് സ്വർണ്ണക്കടത്താകാം, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളാകാം, മാധ്യമപ്രവർത്തകരുടേതാകാം. PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങൾ പൂർണ്ണമായും ശരിവെക്കുന്ന വെളിപ്പെടുത്തലാണ് സംസ്ഥാന സൈബർ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥൻ നടത്തിയത്. ഒന്ന് നമുക്കറിയാം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, മലപ്പുറം ജില്ലകളിൽ മാവോ സാന്നിധ്യം ഇപ്പോൾ ഏതാണ്ട് വർഷങ്ങളായി. അതിൽ മാവോവാദി മേഖലയായി പ്രഖ്യാപിച്ചത് ഈ 2 ജില്ല മാത്രമാണ്, വയനാട്, മലപ്പുറം. മറ്റു കോഴിക്കോടിൻ്റെ റൂറൽ മേഖല അല്ലെങ്കിൽ കണ്ണൂരിൻ്റെ റൂറൽ മേഖല, കേളകമടക്കമുള്ള വനമേഖല, കോഴിക്കോട് തൊട്ടിൽപ്പാലം മേഖല, അവിടെ എപ്പോഴെങ്കിലും മാത്രമേ, കോടഞ്ചേരി അടക്കം എപ്പോഴെങ്കിലും മാത്രമേ മാവോവാദികൾ അവിടെ കോളനികളിൽ സന്ദർശിച്ച് ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ ശേഖരിക്കാറുള്ളത്. പക്ഷേ അവിടങ്ങളിൽ മറ്റുള്ള ഇടങ്ങളിൽ അങ്ങനെയല്ല. നേരിട്ട് പോലീസുമായി ഏറ്റുമുട്ടൽ നടന്ന സ്ഥലം, ഒരുപക്ഷെ സംസ്ഥാനത്ത് ആദ്യമായി മാവോവാദികൾ ഏറ്റുമുട്ടിയത് വയനാട്ടിലെ കുഞ്ഞോം വനത്തിൽ. അത് 2014 മുതലാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് സംസ്ഥാനത്ത് ഈ 2 ജില്ലകൾ മാവോവാദി മേഖലയായി പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയം മുതൽ തന്നെ പോലീസിന് ഈ ഫോൺ കോളുകൾ ചോർത്താനുള്ള അനുവാദമുണ്ട്, നിയമപരമായ അവർക്ക് അനുവാദം നൽകിയിട്ടുണ്ട്. ആ ഒരു ആനുകൂല്യം മുതലെടുത്തുകൊണ്ടാണ് മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസ് ഉൾപ്പെടെ ഈ തരത്തിൽ രാഷ്ട്രീയ നേതാക്കളുടെ, മാധ്യമപ്രവർത്തകരുടെ, സ്വർണ്ണക്കടത്തുകാരുടെ ഫോൺ കോൾ ചോർത്തുന്നു. സ്വർണ്ണക്കടത്തുകാരുടെ ഫോൺ കോൾ ചോർത്തി വിശദാംശങ്ങൾ എടുത്ത് അവർക്ക് പിന്നാലെ സഞ്ചരിച്ച് ആ സ്വർണം പിടിച്ചെടുത്ത് അത് മുക്കുന്നു എന്ന ആരോപണം PV അൻവറാണ് ഉന്നയിച്ചത്. അൻവറിൻ്റെ ആരോപണം ശരിവെക്കുന്ന രീതിയിൽ. മാത്രമല്ല, ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഗൾഫിൽ ഏറ്റവും കൂടുതൽ ജ്വല്ലറികളുള്ള മലയാളികൾ അവരുടെ സ്വർണ്ണാഭരണശാല സംസ്ഥാനത്ത് പ്രവർത്തിപ്പിക്കുകയും അവിടെ നിന്നും കിലോ കണക്കിന് ആ സ്വർണം നേരെ കേരളത്തിലേക്ക് കൊണ്ടുവരും. അത് രേഖാമൂലം തന്നെ എത്തിക്കും. അതിൽ നികുതി ഉണ്ടാകില്ല. അങ്ങനെ എത്തിച്ച സ്വർണം തിരിച്ച് ആ വിദേശത്തെ തങ്ങളുടെ സ്വർണ്ണാഭരണശാലകളിൽ ആഭരണമായി എത്തിക്കുമെന്ന ഉറപ്പിന്മേലാണ് കസ്റ്റംസ് അവർക്ക് ഇങ്ങനെ സംസ്ഥാനത്തേക്ക് സ്വർണം എത്തിക്കാൻ അനുവാദം നൽകുന്നത്. പക്ഷേ ഈ സ്വർണം എത്തിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചു കൊണ്ടുപോകില്ല. അവിടെ കൊണ്ടുപോകുന്നതിന് പകരം അവിടെ ഈ മുക്കുബണ്ടം, വ്യാജ സ്വർണം എന്ന രീതിയിൽ അത് കൊണ്ടുപോയി കസ്റ്റംസിനെ കൃത്യമായി പറ്റിക്കുന്നു എന്ന വെളിപ്പെടുത്തൽ. അങ്ങനെ പറ്റിക്കാൻ ഇവർക്ക് ഇത് സർട്ടിഫൈ ചെയ്യുന്നത് ഈ ഉണ്ണികൃഷ്ണനെ പോലുള്ള ഈ അപ്രൈസൽമാരാണെന്ന് കൃത്യമായി ഈ സംഭാഷണത്തിൽ ഈ സൈബർ ഉദ്യോഗസ്ഥൻ പറയുന്നു. കാരണം ഇവർ കാലങ്ങളായി ഈ മലപ്പുറം SP-യുടെ നിർദ്ദേശപ്രകാരം ഈ ഫോൺ കോളുകൾ ചോർത്തുന്ന സംഘത്തിലെ ഒരു ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. വളരെ ഗുരുതരമായ ആരോപണമാണ്. അദ്ദേഹത്തിൻ്റെ ശബ്ദം അയാളെ തിരിച്ചറിയാൻ, ആ ഉദ്യോഗസ്ഥരെ തിരിച്ചറിയാതിരിക്കാനാണ് നമ്മൾ ശബ്ദത്തിൽ നേരിയ ഒരു വ്യത്യാസം വരുത്തിയത്. കാരണം അത്രയേറെ ഗൗരവമുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ജോലിക്ക് ഭീഷണിയാകാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ പേര് ഇതുപോലെയുള്ള വലിയ നിയമലംഘനങ്ങൾ. എന്താണ് ഫോൺ ടാപ്പിംഗിന്റെ സാധ്യതയെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. മാവോയിസ്റ്റ് മേഖലയായ എന്ന് വേണമെങ്കിൽ കരുതാവുന്ന മലപ്പുറത്തും വയനാട്ടിലും
ഫോൺ ഇങ്ങനെ ഇന്റർസെപ്റ്റ് ചെയ്യാനുള്ള അധികാരം എസ് പിക്ക് കൊടുക്കുന്നു. ആ അധികാരം ഉപയോഗിച്ച് സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ ഫോൺ ടാപ്പ് ചെയ്യുന്നു, അവരെ ലൊക്കേറ്റ് ചെയ്യുന്നു. കസ്റ്റംസും പോലീസും തമ്മിലുള്ള ബന്ധം പുറത്തു വരുന്നു. അങ്ങനെ കസ്റ്റംസ് കണ്ണടയ്ക്കുന്നു, പോലീസ് പിടിക്കുന്നു, വിഹിതം കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്കും എസ് പിക്കും അടക്കമുള്ളവർക്ക് കിട്ടുന്നു. ഇതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വിവരം. ഇത് കൂടാതെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അപ്രൈസർമാരെ കുറിച്ചുള്ളൊരു വിവരം കൂടി വരുന്നു. ഒരേ ഒരു അപ്രൈസർ എന്തുകൊണ്ടാവുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇപ്പോൾ വരുന്നത്. ആ അപ്രൈസർക്ക് എന്തുകൊണ്ട് കോടികൾ സമ്പാദിക്കാൻ സാധിച്ചു എന്ന ചോദ്യത്തിന്റെ ഉത്തരവും ഇപ്പോൾ എത്തുന്നു. വിദേശത്ത് നിന്നും ഇപ്പോൾ ഒരു ജുവലറി ആണെന്നിരിക്കട്ടെ, എക്സ് എന്നൊരു ജുവലറി വിദേശത്ത് ദുബായിലും കരാമ സെന്ററിലും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ടാവാം. അങ്ങനെയുള്ള ദുബായിലെ ജുവലറി കേരളത്തിലേക്ക് 100 കിലോ സ്വർണം കൊണ്ടുവരുന്നു. ആ 100 കിലോ സ്വർണം കൊണ്ടുവരുമ്പോൾ രേഖാമൂലം കൊണ്ടുവരുന്നു. കേരളത്തിൽ കൊണ്ടുവരുന്ന ഈ സ്വർണം ഇവിടെ നിന്ന് പണി പൂർത്തിയായി ആഭരണമായി തിരിച്ചു കൊണ്ടുപോകുമെന്ന ഉറപ്പിന്മേലാണ് ആ രേഖാമൂലം കൊണ്ടുവരുന്നത്. അപ്പോൾ 100 കിലോ സ്വർണം ഇവിടെ കൊണ്ടുവന്ന് 916 ആക്കി 100 കിലോ ആക്കി മാറ്റി ആഭരണമാക്കി മാറ്റി തിരിച്ചു കൊണ്ടുപോകണം. എയർപോർട്ടിൽ അത് കസ്റ്റംസ് ക്ലിയറൻസ് കൊടുക്കുന്നപ്പോഴാണ്. ഇതാരാണ് സർട്ടിഫൈ ചെയ്യേണ്ടത്? അപ്രൈസറാണ്. ഇങ്ങോട്ട് വരുന്നത് സ്വർണമാണ്, തിരിച്ചു പോകുന്നതോ മുക്കുപണ്ടമാണ്. ആ മുക്കുപണ്ടത്തെ സ്വർണമെന്ന് കരുതി സർട്ടിഫൈ ചെയ്ത് കൊടുക്കുന്നു ചില അപ്രൈസർമാർ എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം. അവർ കോടികളുടെ ലാഭമുണ്ടാക്കുന്നുവെന്നാണ്. തട്ടിപ്പിൻ്റെ ഓരോ വഴികളെ ഇതിലൊക്കെ നമ്മളൊന്ന് തലയാലോചിച്ച് അടിച്ചു പോകുന്ന തരത്തിലുള്ള ഗൂഢാലോചനയും കുബുദ്ധിയുമാണ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. റിപ്പോർട്ടർ TV ഇന്നിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ശബ്ദരേഖയിൽ എങ്ങനെയാണ് ഈ സ്വർണ്ണക്കടത്ത് ഒരു വിഭാഗം നടത്തുന്നത് എന്നതും ഒപ്പം ഫോൺ ചോർത്തൽ സാധ്യത എന്താണ് എന്നുള്ളതുമാണ് ഇപ്പോൾ റിപ്പോർട്ടർ TV പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇതുപയോഗിച്ചാണ് മലപ്പുറം SP പൂണ്ടു വിളയാടിയിരുന്നത് എന്നാണ് PV അൻവർ പറഞ്ഞത്.